സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ ഭൂമിയിൽ നീതിയുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുലിഖിതം. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. ഈ മണിക്കൂറിൽ സ്വർഗത്തിൻ്റെ ദൂത് ഹൃദയങ്ങളിലേക്ക് നിറയാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൻ്റെ ഓരോ വ്യഗ്രതകളിൽ നിന്ന് ദൈവം തൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിൻ്റെ വിശിഷ്ട ഓഹരിയാണ് നമ്മൾ. ഇതാ സ്വർഗത്തിൻ്റെ വചസ്സുകളാൽ അവിടെ നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവ് സങ്കീർത്തന പുസ്തകം 35-ാം അധ്യായം 27-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. നമ്മുടെ ദൈവം നീതി സ്ഥാപിച്ചു കൊടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം തൻ്റെ ദാസരുടെ ശ്രേയസിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നാനാവിധമായ സങ്കീർണ സാഹചര്യങ്ങളിലൂടെ തകർക്കപ്പെട്ട ഓരോ ജീവിതങ്ങളിലേക്കും സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ സമാശ്വാസം ഇപ്പോൾ നിറയട്ടെ കർത്താവേ. രോഗത്താൽ തകർന്ന ശരീരങ്ങൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. പാപത്താൽ തകർന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക പീഡകളിൽ തകരുന്ന കുടുംബങ്ങളും ജീവിതങ്ങളും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങയുടെ അത്ഭുതകരമായ അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ കർത്താവേ. മന്ദത വിട്ടുമാറി പോകട്ടെ. ഹൃദയങ്ങൾ ഉണരട്ടെ കർത്താവേ. ദൈവിക കാര്യങ്ങളോടുള്ള തീഷ്ണത ഹൃദയങ്ങളിൽ കത്തിപ്പടരട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ എല്ലാ വിപരീത ശക്തികളും ക്ഷീണങ്ങളും മടുപ്പും മന്ദതയും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിൽ നിന്നും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിൻ്റെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ. വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം നിറയട്ടെ. സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ വേരുപാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുലിഖിതം. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുടെ വേദനയാണിത്. ഇവിടെ നീതിയുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികൾ പറയുകയാണ്, ഞാൻ നന്നായി പഠിച്ചു, ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, ഞാൻ ക്ലാസ്സിൽ ഗുരുബോധന്മാരെ അനുസരിച്ചു, ഞാൻ നന്നായി എല്ലാം സത്യസന്ധമായി ചെയ്തു. എന്നാൽ കോപ്പി അടിച്ചവരും തല്ലിപ്പൊളികളായി നടന്നവരും അക്രമത്തിനും അരാജകത്വത്തിനും വേണ്ടി ചാടിപ്പുറപ്പെട്ടവരും അവരെല്ലാം അവസാനം മിടുക്കന്മാരായി. കഷ്ടപ്പെട്ട് പഠിച്ചവർ, രാത്രിയും പകലും അധ്വാനിച്ചവർ,
അച്ചടക്കത്തിലും സത്യസന്ധതയിലും സ്കൂൾ വർഷം ചെലവഴിച്ചവർ അവർ ഹൃദയത്തിൽ വേദനിക്കുകയാണ്. അവർക്ക് അർഹമായ നീതി ലഭിച്ചില്ല. തല്ലിപ്പൊളികളും അരാജകത്വത്തിന് വേണ്ടി ചാടി പുറപ്പെട്ടവരും കോപ്പി അടിക്കുന്നവരും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും അവർ എങ്ങനെയൊക്കെയോ അവർ മിടുക്കന്മാരായി അവർ ഒന്നാം സ്ഥാനക്കാരാകുകയാണ്. ഇതാ മറ്റൊരു കൂട്ടർ വേദനിക്കുകയാണ്. അവർ പറയുകയാണ്, ഇവിടെ ഞങ്ങളുടെ പണി മാത്രം നടക്കുന്നില്ല, ഞങ്ങൾക്ക് മണൽ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ സമൂഹത്തിൻ്റെ ക്രമങ്ങൾ പാലിച്ച് സത്യസന്ധത പോകുന്ന ഞങ്ങളുടെ പണി മാത്രം നടക്കുന്നില്ല, ബാക്കി നാട്ടിലുള്ള എല്ലാവരുടെയും പണികൾ നടക്കുന്നുണ്ട്. കൈക്കൂലി കൊടുത്ത് വെട്ടിപ്പ് കാണിച്ച് തട്ടിപ്പ് കാണിച്ച് ജീവിക്കുന്നവർക്ക് എന്തും എപ്പോഴും നടക്കും. എന്നാൽ നിയമങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ ഇന്ന് വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരുപാട് പേരുടെ വേദനയാണ്, ഒരുപാട് പേരുടെ വേദനയാണ്. ഇങ്ങനത്തെ ഒരു വേദന ബൈബിളിൽ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ ദൈവദാസൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ രേഖപ്പെടുത്തുകയാണ്. ദൈവദാസൻ ദൈവത്തോട് പറയുകയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം, വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു, മർദ്ദിതരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സഭാപ്രസംഗകൻ 4:1, അവർക്കൊരാശ്വാസപ്രദൻ ഇല്ലായിരുന്നു, അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായി മാത്രം ജീവിച്ച് ജോലി മേഖലകളിൽ ഉദ്യോഗ മേഖലകളിൽ ഒരുപാട് തിരിച്ചടികളും വേദനകളും സഹിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാർ, സത്യസന്ധമായി ജോലി ചെയ്യുന്ന സത്യസന്ധമായി രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ തകർക്കപ്പെടുന്നു. അവരുടെ കണ്ണുനീര് കാണാൻ, അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആർക്കും ഈ സമൂഹത്തിൽ സാധിക്കുന്നില്ല. സത്യസന്ധമായി ശുശ്രൂഷ ചെയ്യുന്നവർ, സത്യസന്ധമായി സേവനം ചെയ്യുന്നവർ, അവിടെ എല്ലാം അവർ കണ്ണുനീരിലേക്ക് വീഴ്ത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. പാപിയുടെ പ്രതാപം പുഴുക്കളും ചാണകവുമായി മാറും. എന്നാൽ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ദൈവമാർഗത്തെ മുറുകെ പിടിച്ച് സത്യസന്ധമായി ജീവിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തപ്പെടും എന്ന് തിരുലിഖിതം ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ബൈബിളിൽ നമുക്കൊരു രംഗം കാണാൻ സാധിക്കും. ബൈബിളിൽ ദാനിയേൽ എന്ന് പറയുന്നൊരു ദേവദാസൻ, അദ്ദേഹം സത്യസന്ധമായും നീതിനിഷ്ഠമായും ജീവിച്ചു വരികയാണ്. അദ്ദേഹം 3 നേരം പ്രാർത്ഥിക്കും. നന്നായി ദൈവവുമായി ബന്ധമുള്ള ദാനിയേൽ, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വചനവും ജീവനേക്കാൾ പ്രിയങ്കരമാണ്. ഒരു ചെറിയ പാപം ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, ഒരു ചെറിയ അശുദ്ധി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ദൈവത്തിൻ്റെ വഴികളെ മുറുകെ പിടിച്ച് സത്യസന്ധമായി ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യമായി ജീവിക്കുന്ന ദാനിയേൽ. എന്നാൽ ദാരിയൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാനിയേലിനോട് അസൂയ പൂണ്ട ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ, പ്രഭുക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ, നേതാക്കന്മാർ, തലവന്മാർ, അവർക്ക് ദാനിയേലിനെ വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവർ രാജാവിൻ്റെ അടുത്ത് പല ഏഷണികളും പറയുകയാണ്, പല കിംവദന്തികളും പറയുകയാണ്, പല ദൂഷണങ്ങളും ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്. ഇതാ അവസാനം ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാൻ തക്കവണ്ണം ഈ തലവന്മാരുടെ ഇടപെടലുകൾ നിമിത്തമായി തീരുകയാണ്. രാജാവ് മനസ്സോടെ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുകയാണ്. ചിന്തിച്ചു നോക്ക്, സത്യസന്ധമായി ജീവിച്ചതിന് കിട്ടിയ പ്രതിഫലം, ക്രമമായി പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ചതിന് കിട്ടിയ പ്രതിഫലം, ദൈവത്തിൻ്റെ ഒരു വചനം പോലും തെറ്റിക്കാതെ ജീവിച്ചതിന് കിട്ടിയ പ്രതിഫലം. ദാനിയേൽ ഇതാ തലവന്മാരുടെ മുമ്പിൽ അവഹേളിതനായി. ഒരുപക്ഷെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാൻ കൊണ്ടുപോകുമ്പം ദാനിയേലിനോട് ശത്രുതയോടെ, കയ്പോടെ, ഉള്ളിൽ വലിയ കയ്പോടെ പെരുമാറിയവരായിരിക്കാം അവനെ കയ്യും കെട്ടി കൊണ്ടുപോകുന്നത്, ചങ്ങലക്കിട്ട് അവനെ കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരുപക്ഷെ ദാനിയേൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, നിൻ്റെ പുണ്യവും നിൻ്റെ വിശുദ്ധി നിന്നെ രക്ഷിക്കുന്നത് കാണട്ടെ. ഇങ്ങനെ പരിഹാസ വാക്കുകൾ അവൻ കേട്ടിട്ടുണ്ടാകാം, ദൂഷണ വാക്കുകൾക്ക് അവൻ ഇരയായി തീർന്നിട്ടുണ്ടാകാം, പഴിവാക്കുകളും ദൂഷിവാക്കുകളും അവൻ കേൾക്കേണ്ടി വന്നു. പക്ഷേ
നാം ബൈബിളിൽ കാണുന്ന മഹത്തരമായൊരു ജീവിത മാതൃകയുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും തിരിച്ച് ദുഷിച്ച് പറയാത്ത ദാനിയേൽ, ഒരു വാക്കുകൊണ്ട് പോലും നിന്ദാവചനങ്ങൾ പറയാത്ത ദാനിയേൽ, ഒരു വാക്കുകൊണ്ട് പോലും അവിശ്വാസം പറയാത്ത ദാനിയേൽ, ഒരു വാക്കുപോലും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദോഷം പറയാത്ത ദാനിയേൽ എല്ലാം സഹിക്കുകയാണ്. ദാനിയേൽ എല്ലാം സ്വീകരിക്കുകയാണ്. ദൈവകൃപയുള്ളവർക്കുള്ള മാതൃകയാണിത്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അന്യായമായി വേദനിപ്പിക്കപ്പെടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ഇവിടെ നീതിയുണ്ടോ? ഈ ലോകം എന്ത് ലോകമാണ്? ദൈവമൊന്നും കാണുന്നില്ലേ? ദൈവത്തിന് കണ്ണില്ലേ? ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രമാത്രം വിശുദ്ധമായി ജീവിച്ചിട്ട് എനിക്കിതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം എവിടെയാ? ഇങ്ങനെയൊക്കെ വാ പൊളിച്ച് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ വിളിച്ചു പറയുന്ന ഒരു ദൈവ പൈതലിനെ അല്ല ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒരക്ഷരം മിണ്ടാതെ എല്ലാം ഏറ്റെടുക്കുന്ന ദാനിയേൽ, ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദാനിയേൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയിൽ ജീവിക്കുന്നവനാണോ ഞാനും നിങ്ങളും? എനിക്കെതിരെ ഈ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി കൂട്ടുകൂടി ഒറ്റക്കെട്ടായി അണിനിരന്നേക്കാം. എനിക്കെതിരെ സകലതര ദൂഷണങ്ങളും ആരോപിക്കപ്പെട്ടേക്കാം. അപ്പോൾ ജഡത്തിൻ്റെ ആയുധങ്ങളുമായി അവരുടെ നേരെ അവരെ എതിരിടാൻ വേണ്ടി അല്ല ഞാനും നിങ്ങളും തുനിയേണ്ടത്. നീ ദൈവത്തിൻ്റെ പൈതലാണോ? നീ കൃപയുടെ മനുഷ്യനാണോ? നീ ലോകം ഏൽപ്പിക്കുന്ന എല്ലാ ക്ഷതങ്ങളും ഏറ്റെടുക്കണം. നീ ലോകം ഏൽപ്പിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളും ഏറ്റെടുക്കണം. നീ ലോകം തരുന്ന എല്ലാ നിന്ദനങ്ങളും ഏറ്റെടുത്തിട്ട് ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി കാത്തിരിക്കണം. കാരണം നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ ദൈവകൃപയുടെ മനുഷ്യനാണെങ്കിൽ, നിന്നോട് ചെയ്യുന്നതെല്ലാം ദൈവത്തോട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് മറുപടി കൊടുക്കേണ്ടതിന്, അതിന് ഉത്തരം കൊടുക്കേണ്ടത്, അതിന് ന്യായം സ്ഥാപിക്കേണ്ടത് ദൈവമാണ്. ഞാനോ നിങ്ങളോ അല്ല, ഈ ലോകമല്ല, ഈ ലോകത്തിൻ്റെ ഭരണാധിപന്മാരല്ല. ഇവിടെ നല്ല നീതി പ്രതീക്ഷിക്കേണ്ടത്. ഞാനും നിങ്ങൾ ദൈവ പൈതലാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നീതി നടത്തിപ്പുകാരൻ സർവശക്തനായ ദൈവം തന്നെ. ദാനിയേൽ ഇതാ തന്നെ ദൈവത്തിൻ്റെ നീതി നടത്തിപ്പിനായി വിട്ടുകൊടുക്കുകയാണ്. അവനെ കൈയും കാലും കൂച്ചിക്കെട്ടി സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് സിംഹങ്ങൾ കിടന്നിരുന്ന സിംഹക്കുഴിയിലേക്ക് ഇതാ ദാനിയേലിനെ അവർ വലിച്ചെറിഞ്ഞു. നിർദ്ദയം അവർ വലിച്ചെറിഞ്ഞ്, ദൂഷണ വാക്കുകൾ പറഞ്ഞ്, ഇനി മേലിൽ നിന്നെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വലിച്ചെറിഞ്ഞ് അവരുടെ കോപത്തിൻ്റെ പരമാവധി അവർ തീർത്ത്, ലോകത്തിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്ത്, അങ്ങനെ ദാനിയേൽ ഇതാ ആർക്കും വേണ്ടാത്തവനായി സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നീതി നടത്തുന്നവനായ ദൈവം, നീതിമാനായ ദൈവം, നീതി നടത്തുന്നവനായ ദൈവം അവന് വേണ്ടി സിംഹക്കുഴിയിൽ പ്രവർത്തിച്ച്, സിംഹങ്ങളുടെ വായകൾ തൻ്റെ ദൂതനെ അയച്ച് ദൈവം തൻ്റെ ദാസന് വേണ്ടി അടച്ച്, മണിക്കൂറുകൾക്ക് ശേഷം വളരെ വൈകി വിലപിച്ച് ഈ ദാനിയേലിനോടുള്ള വേദന കൊണ്ട്, ദാനിയേലിനെ ഇങ്ങനെ വിട്ടുകൊടുത്തുള്ള വേദന കൊണ്ട് വിഷമിച്ച് വരുന്ന ദാരിയൂസ് രാജാവ്, ദാനിയേലേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ സേവിച്ച നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം ശക്തനായിരുന്നോ എന്ന് ചോദിച്ച് വേദനയോടുകൂടി ദാനിയേലിൻ്റെ ആ സിംഹക്കുഴിയിലേക്ക് വരുന്ന ദാരിയൂസ് രാജാവിനെ നമുക്ക് ബൈബിളിൽ കാണാം, ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ. എന്നാൽ രാജാവ് അവിടെ ചെന്നപ്പോൾ കണ്ടതാകട്ടെ, ദാനിയേൽ ഒന്നും പറ്റാതെ അവൻ സുരക്ഷിതനായി ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ ദാരിയൂസ് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാനിയേലിനെ പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നിട്ട് തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി അവൻ കണ്ടില്ല. ദൈവം അവനെ സൂക്ഷിച്ച്, ദൈവം അവനെ കൈവളയിൽ സൂക്ഷിച്ച്, ദൈവം അവനെ കണ്ണിലുണ്ടി പോലെ സൂക്ഷിച്ച്, ദൈവം അവനെ തൻ്റെ ചിറകടിയിൽ സൂക്ഷിച്ച്. ഹല്ലേലൂയ. ദൈവം അവന് നീതി നടത്തിക്കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെ നീതിക്ക് വേണ്ടി പൊരുതേണ്ടവനല്ല. എൻ്റെയും നിങ്ങളുടെ നീതിക്ക് വേണ്ടി പൊരുതുന്നത് സർവശക്തനായ ദൈവമാണ്. ഇതാ അവനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞവരെല്ലാം നിഷ്കാസനം ചെയ്യപ്പെട്ട് ദാനിയേൽ കൊട്ടാരത്തിൽ ഉയർത്തപ്പെട്ട്, അവനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞവരെ തുടച്ചു മാറ്റുന്ന ജോലി ദൈവം തന്നെയാണ് പൂർത്തിയാക്കുന്നത്. ദാനിയേലോ കൊട്ടാരത്തിൽ ഉയർത്തപ്പെട്ട്. ബൈബിളിൽ ദൈവം ഇടപെടുന്ന വ്യക്തികളുടെ ജീവചരിത്രങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുക. ഇതാ മക്കബായരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 52 മുതൽ 64 വരെ തിരുലിഖിതങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച വീരന്മാരുടെ ജീവിതത്തിൽ ദൈവം നീതി നടത്തി കൊടുത്തത് കാണുന്നുണ്ട്. അബ്രാഹാം ദൈവം പരീക്ഷിച്ചപ്പോൾ വിശ്വസ്തനായി കാണപ്പെട്ടു. അവൻ്റെ വിശ്വസ്തത അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു.
അബ്രാഹത്തെ ദൈവം വിളിച്ചു. അബ്രാഹാം ദൈവത്തിന് വിളി കേട്ട് മറ്റെല്ലാം മറന്ന് ദൈവത്തെ മാത്രം നോക്കി പുറപ്പെട്ടു. ഇതാ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം. അവന് മാത്രം മക്കളില്ല. തോന്നിവാസത്തിലും വെറിക്കൂത്തിലും ഓരോ തരത്തിലുള്ള അന്ധകാരത്തിലും ജീവിക്കുന്ന എല്ലാവർക്കും മക്കളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴിയെ ജീവിക്കുന്ന ഈ അബ്രാഹത്തിന് മാത്രം മക്കളില്ല. വേണമെങ്കിൽ മറ്റുള്ളവർ ദുഷിച്ചിട്ടുണ്ടാകാം. അവൻ ദൈവത്തിൻ്റെ പുറകെ പുറപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നോക്കിക്കേ, അവന് മാത്രം മക്കളില്ല, ബാക്കി ഞങ്ങൾക്കെല്ലാം മക്കളുണ്ടല്ലോ. പലരും ദുഷി പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അബ്രാഹാം കുലുങ്ങിയില്ല. അബ്രാഹാം ദൈവത്തെ മാത്രം നോക്കി നടന്നു. അവൻ്റെ വിശ്വസ്തത അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അവന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, ഭൂമിയിലെ പൂഴി പോലെ സന്തതി പരമ്പരകളുണ്ടാകാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു ഉയർത്തി. വലിയ 3 പ്രബല വംശത്തിൻ്റെ പിതാവായി അബ്രാഹാം ഇന്ന് മാനിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവ്വപിതാവായ ജോസഫിനെ നോക്കുക. തൻ്റെ വിശുദ്ധിയെ പരമപ്രധാനമായി കണ്ട ജോസഫ് 13 വർഷം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. ഇരുമ്പ് പട്ടകൾ അവൻ്റെ കഴുത്തിൽ മുറുകി, അവൻ്റെ കഴുത്ത് പുണ്ണുപിടിച്ച്, ഇരുമ്പ് ചങ്ങലകൾ അവൻ്റെ കാലിൽ മുറുകി. 13 വർഷം സൂര്യപ്രകാശം പോലും കാണാൻ പറ്റാതെ അവൻ വലിയ കാരാഗൃഹ കുഴിയിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാൻ കഷ്ടതയിലൂടെ നടന്നു. അവൻ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി കാത്തിരുന്നു. അവൻ ലോകത്തെ വെറുത്തില്ല, അവൻ മനുഷ്യരെ വെറുത്തില്ല, അവൻ ശത്രുക്കളെ വെറുത്തില്ല, തന്നെ പീഡിപ്പിച്ചവരെ വെറുത്തില്ല. അവൻ്റെ കഷ്ടതയിൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാൻ അവൻ തീഷ്ണത കാണിച്ചു. അവൻ്റെ തീഷ്ണത അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അവൻ ഈജിപ്തിലെ അധിപതിയായി ഉയർന്നു. തലമുറ യുഗാന്ത്യം വരെ അവൻ്റെ പേര് അനുസ്മരിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിനഹാസ് തീഷ്ണതയിൽ ഒന്നാമനായിരുന്നു. അവൻ കർത്താവിനോട് തീഷ്ണ കൊണ്ട് ജ്വലിച്ചു. അവൻ കണ്ണുനീരിലൂടെ നടന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ അവൻ ഏൽപ്പിച്ച ഉപദ്രവങ്ങൾ അവൻ്റെ തീഷ്ണത കെടുത്താൻ പര്യാപ്തമായില്ല. അവനോ പൗരോഹിത്യത്തിൻ്റെ ശാശ്വത ഉടമ്പടിക്ക് അവകാശിയായി മാറിയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദയാനിധിയായ ദാവീദിനെ നിങ്ങൾ ഓർക്കുക. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. ദാവീദ് ദൈവത്തിന് തന്നെ സമർപ്പിച്ചു. അന്ന് തൊട്ട് അവൻ്റെ ജീവിതം കണ്ണുനീരിലായിരുന്നില്ലേ? ദൈവം സൗളിനെ അഭിഷേകം ചൊരിഞ്ഞു. ആ അഭിഷേകം പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തന വേദിയിലേക്ക് ആനയിച്ചപ്പോൾ അവൻ ഏറ്റുവാങ്ങേണ്ട കണ്ണുനീര്. സൗൾ രാജാവിൽ നിന്ന് അവൻ നിരന്തരം ഏറ്റുവാങ്ങേണ്ടുന്ന പക, ശത്രുത, കൊലപാതക ശ്രമങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, നിന്ദനങ്ങൾ, പീഡനങ്ങൾ, മരുഭൂമിയിലൂടെ ഏകാഗി അലഞ്ഞു നടക്കേണ്ട അവസരങ്ങൾ. പക്ഷേ അവൻ തൻ്റെ ദൈവത്തെ ഒരു വാക്കുകൊണ്ട് പോലും ദുഷിച്ചില്ല. അവൻ ഇവിടെ നീതിയുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. അവൻ അപ്പോഴും നിശബ്ദനായി ദൈവത്തെ അനുസരിച്ച്, വചനമനുസരിച്ച് വചന വഴിയെ അവൻ മുറുകെ പിടിച്ച് അഭിമാനം കൊണ്ടുകൊണ്ടിരുന്നു. അവനെ ദൈവം ഉയർത്തി. അവന് നദികളുടെ മേലും സമുദ്രങ്ങളുടെ മേലും ആകാശത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും ദൈവം അധികാരം സ്ഥാപിച്ചു. അവന് ദൈവം ശാശ്വതമായ സിംഹാസനം നൽകിയില്ലേ? അവൻ്റെ വംശത്തിന് നല്ല യേശുക്രിസ്തു ജനിച്ചത്. അവൻ്റെ സിംഹാസനം ദൈവം ശാശ്വതമാക്കി കൊടുത്ത്, അവന് ദൈവം നീതി നടത്തി കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീഷ്ണതയിൽ ജ്വലിച്ച ഏലിയായെ ഓർക്കുക. ഏലിയ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ ആഹാബ് രാജാവിൻ്റെ കൊടിയ കോപത്തിനിരയായി, ജസബൽ രാജ്ഞിയുടെ പ്രതികാരദാഹത്തിനിരയായി തീർന്നു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. അവൻ വേദനയുടെ നടുവിൽ ഏലിയ പ്രാർത്ഥിച്ചു, ദൈവമേ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. അതുപോലെ വേദന കൊണ്ട് നീറിയ ഏലിയ. പക്ഷേ അവൻ തൻ്റെ വേദനയുടെ നടുവിൽ ദൈവ വഴി ഉപേക്ഷിച്ചില്ല. അവൻ തൻ്റെ കൊടിയ തിരസ്കരണത്തിൻ്റെ നടുവിൽ, ഏകാന്തത്തിൻ്റെ നടുവിൽ, അനാഥത്വത്തിൻ്റെ നടുവിൽ ആരുമില്ല, സ്വന്തമായി ഉണ്ടായിരുന്ന ഭൃത്യൻ പോലും ഉപേക്ഷിച്ചു പോയി ഏകാഗിയെ നടന്ന ഏലിയ. പക്ഷേ ഏലിയ തൻ്റെ ജീവിതയാത്രയിൽ ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ വചനത്തെ ഉപേക്ഷിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. അവൻ്റെ ഹൃദയം തീഷ്ണത കൊണ്ട് എറിഞ്ഞു. ദൈവം ചോദിച്ചു, ഏലിയ നീ എന്തെടുക്കുന്നു? ഏലിയ പറഞ്ഞു, എൻ്റെ ഹൃദയം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവന് മതിയായ പ്രതിഫലം കൊടുത്തു. ദൈവം സ്വർഗത്തിൽ നിന്ന് വന്ന് അഗ്നിരഥത്തിൽ അവൻ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തെ പ്രതി തീഷ്ണത കൊണ്ട് എരിഞ്ഞ ഒരാളെ പോലും ദൈവം നീതി കൊടുക്കാതെ ഈ ലോകത്തിൽ നിന്ന് വിട്ടിട്ടില്ല. നീതി കൊടുക്കാതെ വിട്ടിട്ടില്ല. തീഷ്ണത കൊണ്ട് എരിഞ്ഞ കാലബിനെയും ജോഷുവയെ ഓർക്കുക. ബാക്കിയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പലതരത്തിലുള്ള ഭയത്തിൻ്റെ ചിന്തകൾ പറഞ്ഞപ്പോൾ, എതിരുകൾ പറഞ്ഞപ്പോൾ, കാലബും ജോഷുവായും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്ന് അവർ വീര്യം പറഞ്ഞു, അവർ ദൈവീക കാര്യങ്ങൾ പറഞ്ഞു, അവർ ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യം പറഞ്ഞു, അവർ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് വില കൊടുത്ത്
ദൈവം ആ രണ്ടുപേർക്കും ഉന്നത സ്ഥാനങ്ങൾ കൊടുത്തില്ലേ? ജോഷുവയെ ദൈവം ന്യായാധിപനാക്കി, കാലബിന് ദൈവം രാജ്യത്ത് അവകാശം കൊടുത്ത്, ശാശ്വതമായ അവകാശം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറകളായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച നമ്മുടെ പുണ്യപിതാക്കന്മാർ ആരും അശക്തരായിരുന്നില്ല. അവർ വീര്യം പ്രവർത്തിച്ച്, അവർ അടിക്കടി ഉയർന്നു നിന്ന് അവർക്ക് ദൈവം നീതി നടപ്പാക്കി കൊടുത്ത്. ഇന്ന് ഞാനും നിങ്ങൾ ദുർബലരാകരുത്, ഇന്ന് ഞാനും നിങ്ങൾ ഭയചകിതരാകരുത്. നമുക്ക് ചുറ്റിലും നീതി നടപ്പാക്കപ്പെടുന്നില്ല, തിരസ്കരിക്കപ്പെടുന്നു, ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥനയിൽ മുന്നേറാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം അസാധ്യമാണ് എന്ന് ചിന്തിച്ച് ദുർബലരാകരുത്. 1 മക്കബായർ 2-ാം അധ്യായത്തിൽ 62-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, തലമുറകളായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ പ്രതാപം പുഴുക്കളും ചാണകവുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോ, ദൈവം അവൻ അർഹമായ നീതി നടത്തി അവനെ മഹത്വത്തിലേക്ക് യാത്രയാക്കും, അവന് പ്രതിഫലം നൽകും. അതുകൊണ്ട് ദൈവവചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. 1 മക്കബായർ 2-ാം അധ്യായം 64-ാം വാക്യം, ആകയാൽ എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബഹുമതി ലഭിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, എല്ലാ ബാലികാബാലന്മാരും യുവതീ യുവാക്കന്മാരും കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഇതാ ഈ നിമിഷം ദൈവമേ അങ്ങയുടെ വീര്യത്തിൻ്റെ ആത്മാവിനായി ദാഹിക്കുകയാണ്. ഈ ദാസിദാസന്മാരിലേക്ക്, ഈ യുവതി യുവാക്കന്മാരിലേക്ക്, ഈ ബാലികാബാലന്മാരിലേക്ക്, ഈ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് അങ്ങയുടെ വീര്യത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ. കർത്താവിൻ്റെ വചനത്തിൽ അടിയുറച്ചു നിന്ന് ഒരു തെല്ല് നേരം പോലും ഹൃദയത്തിൽ ഭയാശങ്കയില്ലാതെ, ഒരു തെല്ല് നേരം പോലും ദുർബലനാകാതെ വീര്യത്തോടുകൂടെ ദൈവവചനം ജീവിച്ച് അനുസരിച്ച് സത്യസന്ധതയിൽ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, ദൈവാരാധനയിൽ അടിക്കടി മുന്നോട്ട് നീങ്ങി ദൈവത്തിൻ്റെ നീതിയെ പ്രാപിപ്പാൻ, ദൈവം ഇടപെടുന്നത് വരെ വീര്യത്തോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ, അശക്തരാകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. വീര്യത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, ഉണർവിൻ്റെ ആത്മാവ് നിറയട്ടെ, തീഷ്ണത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, വചനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നെടുവീർപ്പുകളും ഹൃദയത്തിൻ്റെ വിങ്ങലുകളും ആർക്കും ഉത്തരം തരാൻ പറ്റാത്ത മനസ്സിൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും അവ്യക്തതകളും ദൈവ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. 55-ാം സങ്കീർത്തനത്തിൽ 22-ാം വാക്യം, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. കരങ്ങളെ ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഇപ്പോൾ ഓരോരുത്തരും ഓരോരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നടുവിന് വേദന നിമിത്തം ഇരിക്കാനോ ജോലിക്ക് പോകാനോ പറ്റാത്ത വിധം തളർന്നിരിക്കുന്നൊരവസ്ഥയിലുള്ള ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. കിടക്കകളിൽ കിടപ്പ് രോഗികളായി കിടന്ന് യേശുവിനെ നാമം വിളിക്കുന്നവരുടെ മേൽ ഇതാ ദൈവശക്തി വ്യാപരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. തൊട്ടടുത്ത് കുഞ്ഞുങ്ങൾ അടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, മാതാപിതാക്കളോ കൂടപ്പിറപ്പുകളോ ആ കുഞ്ഞുങ്ങൾ രോഗികളായ അവസ്ഥയുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ ഇതാ സൗഖ്യം പ്രാപിക്കുന്നത് വെളിപ്പെടുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. രോഗമുള്ള മേഖലകളിലേക്ക് കരങ്ങൾ വെച്ച് ഇപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അത്ഭുതകരമായ സൗഖ്യശക്തി വ്യാപരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.